ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതിയാണിത്. ബുധൻ രാശി മാറിയതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ എന്തെല്ലാം സംഭവിച്ചു നമ്മൾ വാർത്തകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ബുധൻ ബുദ്ധിയുടെ ഗ്രഹമാണ്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമ പ്രവർത്തകരില്ലേ, അതുമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയിലെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുവെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഈ ഗ്രഹമായിട്ട് നമ്മൾ കൂട്ടുന്നത് ബുധനെ തന്നെയാണ്. ചെറുപ്പത്തിൻ്റെ ഈ കുഞ്ഞു കുട്ടികളുടെ അത് തൊട്ടൊരു കൗമാരപ്രായക്കാർ അവിടെ വരെയുള്ളവരുടെയൊക്കെ ഗ്രഹമായിട്ട് നമ്മൾ കൂട്ടുന്നത് ബുധനെ തന്നെയാണ്. അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു. ഇന്നലെ തന്നെ ഒരു സ്കൂളിൽ പക്ഷിവിഷബാധ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു. നമ്മൾ നോക്കണം. ബുധന് ബലക്കുറവ് ഉണ്ടാകുമ്പോഴും ബുധൻ ഇപ്പോൾ കേതുവിൻ്റെ കൂടെ വന്നു. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇനിയും കൂടുതൽ അങ്ങ് രൂക്ഷമാകാതെ നമ്മളൊന്ന് സൂക്ഷിച്ചു കൊള്ളണം. നേരത്തെ ബുധൻ രാഹുവിൻ്റെ അടുക്കയായിരുന്നു. അപ്പോൾ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ. ഇപ്പോൾ ബുധൻ കേതുവിൻ്റെ അടുക്കയാണ് വന്നിരിക്കുന്നത്. ഈ പട്ടികടിയൊക്കെ ഇപ്പോൾ കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ്. ഗ്രഹയോഗത്തിൻ്റെ മറ്റൊരു പ്രധാന പോയിന്റ് മറന്നുപോയി. അതായത് ബുധൻ സ്കിന്നിൻ്റെ ഗ്രഹമല്ലേ. അപ്പോൾ ബുധന് ഇപ്പോൾ കേതുവിൻ്റെ അടുക്കലോട്ട് തന്നെ വന്നിരിക്കുകയാണ്. കേതുവാണെങ്കിൽ അതിനെല്ലാം കുഴപ്പങ്ങൾ വരുത്തുന്നത്. അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സ്കിൻ അലർജീസ്, ഈ പോക്സ് പോലെയൊക്കെയുള്ള അസുഖങ്ങൾ, പിന്നെ ചെറിയ ചെറിയ പൊള്ളലുകൾ, അതുപോലെ തന്നെ സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണിത്. നമ്മൾ ഭൂമിയുടെ സ്കിന്നായിട്ട് കണക്കാക്കുന്നത് ആ ഭൂമിയുടെ ഉപരിതലമല്ലേ. അപ്പോൾ ആ ഉപരിതലത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ സെപ്റ്റംബർ 13 വരുമ്പോൾ ചെറിയ ഒരു കുറവുണ്ടാവും ആ സ്ഥിതിക്കൊക്കെ. അതെ, കുജൻ ഇത്രയും നാൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നത്തിൽ നിന്നെങ്കിലും അപ്പോഴൊരു കുറച്ചൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. കാരണം വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടിയിലോട്ട് വരികയാണ്. പിന്നെ ഒക്ടോബർ അവസാനമാകുമ്പോഴത്തേക്ക് പിന്നെ സ്ഥിതി മാറും. അതെല്ലാം അനുസരിച്ച് നമ്മൾ ഗ്രഹസ്ഥിതികൾ ഇടുന്നതായിരിക്കും. ഈ പുറകിൽ കാണുന്നതെന്ന് പറയുന്നത് വിനായക വിസർജനം എന്ന് പറയും, നമ്മുടെ ഏരിയയിലുള്ളത്. വേണമെങ്കിൽ അടുത്ത് പോയി നല്ല വീഡിയോ ഒക്കെ എടുത്തിടാവും. പക്ഷെ ആരും കാണാനില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഇങ്ങനെ ക്യൂ ഇങ്ങനെ നീണ്ടുപോകും. രാത്രി 4 മണി വരെയൊക്കെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടില്ലേ, ക്യൂ എപ്പോഴാണ് തീരുന്നത്? ഇങ്ങനെ അങ്ങേറ്റം വരെ ക്യൂ ആണ്. വളരെ ഭക്തിപൂർവമാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൂടുതൽ പേര് നല്ല ഭക്തിയോടെ ആണ് ചെയ്യുന്നത്. മറ്റൊരു എഫക്റ്റ് വരാൻ സാധ്യതയുള്ളത് ഈ പോലീസുകാർ, അതുപോലെ പട്ടാളക്കാർ, ഇങ്ങനെയൊക്കെയുള്ളവരിലെ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുജനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരായാലും അതുപോലെ കെമിക്കൽ ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്നവരായാലും ഇവരൊക്കെ ക്രൂരമായിട്ട് ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്കൊക്കെ ഒരു ഇച്ചിരി ഒരു അഗ്രഷനൊക്കെ കൂടുന്ന ഒരു സമയമാണ്, ദേഷ്യം കൂടുന്ന സമയമാണ്. പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ യോഗങ്ങളാണ്. അഗ്നിമാരുത യോഗം, അതായത് ശനിയും കുജനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കുഴപ്പമാണ്. എത്രയോ നാളുകൊണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ യോഗത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഈ മണ്ണിടിച്ചിലുകളും ഭൂകമ്പങ്ങളും ഒക്കെ. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായത് മണ്ണിടിച്ചിലും ഭൂകമ്പവും എല്ലാം ഒന്നിച്ചാണേ. കഴിഞ്ഞ മാസം ഒരു പ്രവചനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു രാശി ഇങ്ങോട്ട് മാറിയാണ്. നമ്മൾ സാധാരണയായിട്ട് മകരൻ രാശിയാണ് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഒക്കെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ധനുരാശിയിലോട്ട് ചന്ദ്രൻ വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ കേതുവിന്റെ ആ ഒരു റോള് ഇതിനകത്ത് നമുക്ക് പ്രത്യേകം ചിന്തിക്കണം. കാരണം കേതുവാണ് മകരൻ രാശിയിലോട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കേതുവിന്റെ ഒരു വലിയ റോൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. ഈ മകരൻ രാശിയുടെ 12-ൽ ചന്ദ്രൻ വന്നപ്പോഴാണ് ഈ 2 പ്രാവശ്യവും ഇങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങൾ വന്നത്. ആദ്യം ഹിമാലയത്തിലേക്ക് വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായില്ലേ. അത് കഴിഞ്ഞിപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇതുപോലെയുള്ള ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായില്ലേ. പിന്നെ ബാക്കി ഒരുപാട് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ, അവിടെയൊന്നും ഇതൊന്നും സംഭവിച്ചിട്ടുമില്ല. അത് നമ്മൾ ചിന്തിക്കണം. അടുത്ത വലിയ യോഗം, അത് വലിയ എഫക്റ്റ് ഉള്ളതാണ്. ബുധനും കേതുവും തമ്മിലുള്ള ബുദ്ധിഭ്രമ യോഗം. ബുദ്ധിഭ്രമ യോഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ, മറവി, ഇങ്ങനെയൊക്കെ വരിക. ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും, പെട്ടെന്ന് അങ്ങ് എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകും. ഇത് പറയുമ്പോൾ തന്നെ പലതും ഇങ്ങോട്ട് കിട്ടാതെ മലയാളം പോലും അങ്ങ് മറന്നു പോകുന്ന ഒരു സ്ഥിതി. അങ്ങനെ ഇനിയിപ്പം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മന്ത്രങ്ങളാണെങ്കിൽ അതിന്റെ വരികളൊക്കെ എങ്ങ് മറന്നു പോകുന്നു. അപ്പോൾ ആ മറവി നമുക്കൊരു വലിയ കുഴപ്പം പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമ്മൾ അതിന് ഗണപതി ഭഗവാൻ, ഇപ്പോൾ പരീക്ഷയൊക്കെ എഴുതുന്ന പിള്ളേർക്ക് ഇങ്ങനെ മറവിയാണെങ്കിൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ നമ്മൾ ആ പരീക്ഷ പോകുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെ നല്ലതുപോലെ ധ്യാനിച്ചുകൊണ്ട് പോവാം. ഗണപതി ഭഗവാന്റെ ഒരു റോള് ഈ ലോകത്തിന് എന്താണ് എന്ന്
നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേ നാളുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബുധന രാഹുവിന്റെ ദൃഷ്ടി വന്നപ്പോഴും ബുധൻ ഇപ്പോൾ കേതുവിന്റെ ദൃഷ്ടി വന്നപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ മനുഷ്യരിങ്ങനെ ഉഴലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വലിയ കുഴപ്പം പിടിച്ച യോഗം ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രഹണ ദോഷം. അതായത് ചന്ദ്രനോ സൂര്യനോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങൾ വന്നാലും പറയും, എന്നാലും കൂടുതലും നമ്മൾ ചന്ദ്രനും സൂര്യനും വരുമ്പോഴാണ്, ഈ കേതുവിന്റെയും രാഹുവിന്റെയും അടുക്ക് വരുമ്പോഴാണ് ഈ ഗ്രഹണ ദോഷം എന്ന് പറയുന്നത്. ഗ്രഹണം എന്ന് പറയുന്ന ഒരു നിഴലിൽ വീഴിക്കുന്ന ഒരു പ്രക്രിയക്കല്ലേ നമ്മൾ ഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ ഇവ നിഴൽ വീഴിക്കും. അങ്ങനെയുള്ള ഒരു യോഗം, ആ ഗ്രഹണ യോഗത്തിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നോക്കിയിട്ടിടാം. മറ്റുള്ള ഗ്രഹങ്ങൾ രാഹുവിനും കേതുവിനും ഒപ്പം വരുമ്പോൾ നമ്മൾ അതിന് പ്രത്യേക പേരുകൾ കൊടുത്തിട്ടുണ്ട്. പിശാചയോഗം അങ്ങനെയൊക്കെയുള്ള പേരുകൾ കൊടുക്കുന്നില്ലേ? അതെ. അടുത്ത ലോകത്തിന് ഭയങ്കര കുഴപ്പമായിട്ട് നിൽക്കുന്ന ഒരു യോഗം എന്ന് പറയുന്നത് വിഷയോഗമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴും ഈ ഭൂകമ്പം സംഭവിച്ചതും ആ വിഷയോഗത്തിലോട്ട് ചന്ദ്രൻ കടന്നപ്പോൾ തന്നെയാണ്. അപ്പോൾ വിഷയോഗവും വളരെയധികം എഫക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി എവിടെയൊക്കെയാണ് വലിയ വലിയ പുകപടലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ വലിയ വലിയ പുകയൊക്കെ വരുന്നതുകൊണ്ട് ആ ദോഷമൊക്കെ മാറിപ്പോകും. നമ്മുടെ ഉത്സവങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ വർഷവും എല്ലാ മാസവും ഒക്കെ വരുന്ന ഒരു യോഗങ്ങളാണ് ഇവയെല്ലാം. ആ കറക്റ്റ് ഡേറ്റിനാണ് നമ്മുടെ ഉത്സവങ്ങൾ വരുന്നത്. അത് ആഘോഷിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ആ ദോഷം എല്ലാം പോകുന്നതല്ല, കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7.5 ഭൂകമ്പം എന്ന് പറഞ്ഞു. അത് പക്ഷെ സംഭവിച്ചു, നമ്മൾ പറയുന്നതിന് ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് സംഭവിച്ചിരുന്നു. നമ്മൾ ആ വാർത്ത കണ്ടില്ല. ആ വാർത്ത അങ്ങനെ അത്രയൊന്നും പ്രചരിച്ചില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. പിന്നെ ഭക്ഷ്യവിഷബാധ ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ പ്രാവശ്യം അറേബ്യയിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചത്. ഓണാഘോഷത്തിന്റെ എങ്ങാണ്ട് അതിന് ഭക്ഷണം കഴിച്ചപ്പോഴൊക്കെ എന്തോ ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന്, അത് സ്കൂൾ കുട്ടികൾക്ക് 40 സ്കൂൾ കുട്ടികൾക്ക് പറ്റിയെന്ന് കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം അറേബ്യയിൽ സംഭവിച്ചപ്പോൾ അത് മദ്യപാനികൾക്കായിരുന്നു സംഭവിച്ചത്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവർക്ക് റെഫറൻസിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെങ്കിലേ നമുക്ക് ഈ ശാസ്ത്രത്തിന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പോൾ തന്നെ നമ്മൾ താനെ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത്. അതുപോലെ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ ഏത് രാജ്യത്ത് ഏത് ദിവസം ഇത്ര സമയത്ത് എന്ത് സംഭവിക്കും എന്ന് കണ്ടുപിടിക്കാൻ വരെ ഈ ശാസ്ത്രം കൊണ്ട് നമുക്ക് പറ്റും. അതൊക്കെ കണക്കൊക്കെ നല്ലതുപോലെ വശമുള്ളവർക്ക്, അതിൻ്റെ ആ കാൽക്കുലേഷനും ഒക്കെ ഇങ്ങനെ പഠിച്ചിട്ടുള്ളവർക്ക് നല്ലതുപോലെ പറയാൻ പറ്റും. നമുക്ക് ഈ പഞ്ചാംഗം എഴുതുക അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഗണിതത്തിൽ പെടുന്നതാണിത്. പിന്നെ ഇത് ഭഗവാന്റെ ഈ ഫോട്ടോ, അത് ഒരു വലിയ അതിശയമാണിത്. എനിക്ക് കിട്ടിയപ്പോൾ തന്നെ വലിയൊരു അതിശയമാണ്. വീണ്ടും ഇത് ഇപ്പോൾ കിട്ടിയതും അതും ഒരു അതിശയമാണ്. താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ലോകത്തിന്റെ ഗുരുവാണ്, മഹാഗുരുവാണ്. ഗുരു ദേവോ ഗുരു ബ്രഹ്മോ ഗുരു വിഷ്ണു മഹേശ്വര എന്ന് പറയത്തില്ലേ? മഹേശ്വരൻ എന്ന് പറയുന്നത് ശ്രീ പരമേശ്വരൻ തന്നെയാണ്. അപ്പോൾ ലോകത്തിന്റെ തന്നെ ഗുരുവാണ് അദ്ദേഹമാണ് ഈ ജ്യോതിഷം എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തത് തന്നെ. പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഈ വിശ്വത്തിന്റെ രൂപമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. അത് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കണം. ഈ വിശ്വത്തിന്റെ പലരും ഇങ്ങനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലൊക്കെ അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊക്കെ വരും. മഹത് നിന്ദ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ശാപങ്ങൾ നമ്മളെ നേരിൽ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവരെ നിന്ദിക്കുമ്പോൾ അവർക്കൊന്നും സംഭവിക്കുന്നില്ല, പകരം നമ്മൾക്കാണ് സംഭവിക്കുന്നത്. അത് എപ്പോഴും മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. ചന്ദ്രമംഗള യോഗം വളരെ നല്ല രാജയോഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല ചന്ദ്രനും നല്ല കുജനും ഒക്കെ ഉള്ളപ്പോഴാണ്. അല്ലെങ്കിൽ അത് വളരെ ദോഷം, ഭയങ്കര മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യോഗം തന്നെയാണ് ചന്ദ്രമംഗള യോഗം. നല്ല യോഗം. ഇതിനെ എല്ലാം ഈ ദോഷങ്ങളെല്ലാം കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു യോഗം എന്ന് പറയുന്നത് ഗജകേസരി യോഗമാണ്. അത് ഗജകേസരി യോഗം ഇപ്പോൾ ഇല്ല ലോകത്തിന്. ഗജകേസരി യോഗം ഞാൻ പറയുന്നത് ഗുരു നല്ല രാശികൾ, പ്രത്യേകിച്ചും മീനം, ധനു, കർക്കിടകം രാശികൾ നിൽക്കുമ്പോൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഈ സ്ഥിതിഗതികളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിത്രയിൽ നമ്മൾ പറഞ്ഞു ആ ഗുരുവിന്റെ പ്രഭാവം എത്രയാണെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ചിത്രയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ ആ ഗുരു ദൃഷ്ടി കാരണം അത്രയും നടന്നില്ല. നമ്മൾ ഇങ്ങനെ എടുത്ത് അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ നടന്നില്ലെന്നാണ് പറയുന്നത്.
ഭൂകമ്പം അതിനേക്കാളും വലുതൊക്കെ ഉണ്ടായി, പക്ഷേ കുഴപ്പങ്ങൾ നടന്നില്ല. നമ്മളിങ്ങനെ ഈ എർത്ത് കേക്ക് ടുഡേ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ ഓരോ ദിവസത്തെ ഇങ്ങനെ ഭൂകമ്പങ്ങളുടെ ആ റേറ്റ്. ഇപ്പോൾ മിക്കവാറും ഉള്ളതല്ല 5-ൽ കൂടുതലാണ്. ചെറുതും എല്ലായിടവും സംഭവിക്കുന്നുണ്ട്, പക്ഷേ 5-ൽ കൂടുതൽ ഉള്ളവയാണ്. അതും ഒരുപാട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഗുരുവിനെ നിയന്ത്രിക്കുന്നത് കുജനാണ്. അപ്പോൾ ഈ ഗുരുവിനെ ഒരു പാപഗ്രഹമല്ലേ നിയന്ത്രിക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്രാവശ്യം എവിടെയെങ്കിലുമൊക്കെ പട്ടാള ഭരണം, അങ്ങനെ ആ പട്ടാള ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് നോക്കണം. ലോകം മുഴുവനുള്ള കാര്യമാണ് പറയുന്നത്. ഭൂമിയിൽ മൊത്തം എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ഗ്രഹസ്ഥിതികളുടെ ആ പ്രഭാവം എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതാണ്. ചിലയിടങ്ങളിൽ അത് തണുപ്പായിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ചൂടായിരിക്കും. അഗ്നിമാരുത യോഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരിടത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരിടത്താണെങ്കിൽ മഴ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. കേൾക്കുമ്പോഴേ നമ്മൾ ആ രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിയാലും അത് രാജ്യങ്ങൾ കിട്ടും. ആ രാജ്യങ്ങളിൽ ഏത് ഗ്രഹം നിൽക്കുന്നിടത്താണ് ഇങ്ങനെയുള്ള തീ വരുന്നത്, ഏത് ഗ്രഹം നിൽക്കുന്നിടത്താണ് അല്ലാതുള്ള ഈ മഴ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതൊക്കെ പണ്ടൊക്കെ ഉള്ളവർ അത്രയും നമ്മുടെ കണക്കുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നിട്ടും അവരിതെല്ലാം ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കിയിട്ട് അങ്ങ് പറയുന്നതിൻ്റെ അത്രയും പാട് ഉള്ളൂ. ശനിയുടെ സ്പെഷ്യൽ ദൃഷ്ടി എന്ന് പറയുമ്പോൾ 3-10, കുജന്റേത് 4-8 നമ്മൾ ഓർക്കണം. അങ്ങോട്ടൊക്കെ അതിനെല്ലാം അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ സെപ്റ്റംബർ 13 വരെ നമുക്ക് ആ വീഡിയോ റെഫർ ചെയ്യാം. ഒരു 20 മിനിറ്റുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നമ്മൾ ഭക്ഷ്യവിഷബാധയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം. ഭക്ഷണം വളരെയധികം നല്ലത് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ പുകയുണ്ടാകാനുള്ള, അതായത് ഗ്യാസ് സിലിണ്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അഗ്നിബാധകളൊക്കെ ഉണ്ടാകാതെ ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ചും ചവറൊക്കെ കിടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ തീ ഉണ്ടാകാതെ വളരെയധികം സൂക്ഷിക്കണം. രവി ഈ ഭരണകർത്താക്കളെ, ഒരു വീടിന്റെ ഭരണകർത്താവായിട്ട് നമ്മൾ കണക്കൂട്ടുന്ന അച്ഛനെ, അതുപോലെ ഒരു പഞ്ചായത്തിൻ്റെത്, പിന്നെ ഒരു ജില്ലയുടേത്, ഇങ്ങനെ MLA, ഇങ്ങനെയൊക്കെ പോകുന്നു. ഇവരെല്ലാം ഭരണകർത്താക്കളായിട്ടാണ്. അതൊരു സ്കൂളിന്റെ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ, ഒരു ഓഫീസിന്റെ ആണെങ്കിൽ അതിന്റെ മാനേജർ, ഇങ്ങനെ MD, ഇങ്ങനെയൊക്കെ പോകും. അവരെല്ലാം ഇങ്ങനെ രവിയുടെ രവിഗ്രഹത്തിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സൂര്യനാണ് കൊടുത്തിരിക്കുന്നത്. ഇവരെല്ലാം അഫക്റ്റ് ചെയ്യുന്നതായ ഏതാണെന്ന് വെച്ചാൽ ബുധൻ ഇവർക്കെല്ലാം കുഴപ്പങ്ങൾ വരും. ബുധന് കൊടുത്തിരിക്കുന്ന കുട്ടികൾ, അങ്ങനെ സ്കൂള്, അതുപോലെ മാധ്യമങ്ങൾ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്കെല്ലാം ഈ മാധ്യമങ്ങളുടെ ഒരു അറ്റാക്ക്, കുട്ടികളുടെ അറ്റാക്ക്, അതുപോലെ തന്നെയാണെങ്കിൽ കീഴ് ജീവനക്കാരുടെ അറ്റാക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം ഒന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ നോക്കിക്കോണം. ഗ്രഹസ്ഥിതികളുടെ പ്രഭാവമൊക്കെ പറയണമെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധകൾ സൂക്ഷിക്കുക. ജലത്തിൻ്റെ അടുക്കെ പോകുന്നത് വളരെയധികം കുറയ്ക്കുക, അല്ലെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. പോകുമ്പോൾ ഈ വിഷയോഗം വലിയ പുകപടലങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഈ കുറച്ച് ദിവസങ്ങൾ പെട്ടെന്ന് ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ വലിയ വലിയ മാരകായുധങ്ങളൊക്കെ പ്രയോഗിക്കുന്ന ഒരു സമയമാണ്. പട്ടിയുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെയൊക്കെ കുഴപ്പങ്ങൾക്ക് ആ ഗ്രഹസ്ഥിതികൾ മാറുന്നില്ല. അപ്പോൾ ആ കുഴപ്പങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വല്ല നേതാക്കളെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഈ ഭരണകർത്താക്കളെ പട്ടി കടിക്കുന്നത് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ആ ഗ്രഹസ്ഥിതി വീണ്ടും നിൽക്കുന്നതേ ഉള്ളൂ. സൂര്യനും ബുധനുമായിട്ട് ബന്ധപ്പെട്ട അവരെല്ലാം, അതായത് കാരകത്വങ്ങളുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാ ഗ്രഹങ്ങളുടെയും കാരകത്വങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവര് വിഡ്ഢിത്തങ്ങളൊക്കെ വിളിച്ചു പോകുന്ന സമയമാണ്. വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ പലപ്പോഴും കൊടുത്തിട്ടുള്ളത് ഗണേശ ഉത്സവത്തിന്റെ ദൃശ്യങ്ങളാണ്. ഭൂകമ്പ ഭീതിയും മണ്ണിടിച്ചിൽ ഭീതിയും ഒന്നും ഒഴിയുന്നില്ല. ഗ്രഹസ്ഥിതികൾ മാറിയില്ലെന്ന് പറഞ്ഞില്ലേ, ബുധൻ മാത്രമാണ് മാറിയത്. ആ ബുധൻ കൂടുതൽ കുഴപ്പത്തിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ വാഹനങ്ങളുടെയൊക്കെ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇതുവരെ നമ്മൾ രാഹുവിനെ പഠിച്ചു. ഇനി കേതുവും ബുധനും കൂടെയുള്ള ആ യോഗം വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ജാതകത്തിലാണ്. അത് പ്രകൃതിയിൽ എങ്ങനെ ആകുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്.
മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു സന്ദർഭം, ബിസിനസ്സുകാർക്ക് അതുപോലെ കുഴപ്പങ്ങൾ വരുന്ന ഒരു സമയം, ആ സാമ്പത്തിക നിലയിലൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ഈ വിഡിതങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എത്രത്തോളം കൂടുന്നുണ്ടു എന്ന് നമ്മൾ നോക്കണം. എല്ലാവർക്കും നല്ലതുപോലെ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.